വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നിത്യപാരായണ ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് ദശമസ്കന്ധത്തിലെ 48-ാമത്തെ അധ്യായം. സൈരന്ധ്രിയെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതും അവൾക്ക് ഒരു സന്താനം ഉണ്ടാകുന്നതും പിന്നീട് അക്രൂരന്റെ ഗൃഹം സന്ദർശിച്ച് അക്രൂരനെ ഹസ്തിനപുരത്തിലേക്ക് അയക്കുന്നത്, അവിടെ ചെന്ന് അവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞു വരുവാൻ വേണ്ടി ധൃതരാഷ്ട്രയെ കാണുവാൻ വേണ്ടി അയക്കുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ശ്രീമദ് മഹാഭാഗവതത്തിലെ 255-ാമത്തെ ദിവസം 55-ാമത്തെ അധ്യായമാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനാ ശ്ലോകം. ഓം സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാർ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ശ്രീകൃതോऽസി മയാ നാഗ മുഖ്യത്വം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദപ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം ഹരം തം നമാമി ഹരിം ഹരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകം. ജന്മാദസ്യേതുന്നയാദിതരതശ്ചാപ്തേഷ വിദ്യസ്വരാ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽസൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാസേന സദാ നിരസ്തകുവകം സത്യം വരം ധീമഹി സത്യം വരം ധീമഹി. ധർമ്മപ്രോജിത കൈതഗോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യമരുന്ധതേ പ്രകൃതിഭി ശുശ്രൂഷുഭി തക്ഷണാ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഓം തത്സത്. കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദശമസ്കന്ധത്തിലെ 48-ാമത്തെ അധ്യായം. അത് ദശമസ്കന്ധ അഷ്ടചത്വാരിംശതമോധ്യായ. ശ്രീശുഗോവാച അത വിജ്ഞായ ഭഗവാൻ സർവാത്മാ സർവദർശന സൈരന്ധ്യാ കാമതപ്തായ പ്രിയമിച്ഛൻ ഗൃഹം യയോ. ഓം നമോ ഭഗവതേ വാസുദേവായ. മഹാഹോവസ്കരേ രാജ്യം കാമോ വായോ ബൃംഹിതം മുക്താദാമപദാഗാമേ വിജാനശയനാസനേ. ഓം ശ്രീകൃഷ്ണ. പൊതുവേ സുരഭിർദീവൈ സുഗന്ധേരവിമണ്ഡിതം സജ്ജസമർത്ഥായ കിരാത സംഭ്രമ യദോഷ്ട്ര സത്യം സഖീഭിരച്യുതം സഭാജയാമാസ സദാ സമാധിഭിः. തദോധവസാധു തയാ വിഭൂജിതോ നശീതദുർവ്യാമവിമൃശ്യ ചാസനം കൃഷ്ണോ വിദൂർണം ശയനം മഹാധനം വിദേശലോകാചരിതാന്യനുവ്രത. സാമജ്ജനാലേബതു. ഓം ശ്രീകൃഷ്ണായ നമഃ. സാമജ്ജനാലേബതുകൂലഭൂഷണ ഷഡ്ഗന്ധതാംബൂല സുധാസവാദിഭിः പ്രസാദിതാത്മോപസസാര മാധവം സവ്രീഡലീലോസ്മിത വിഭ്രമേക്ഷിതൈ. അഹോയ കന്തം നവ സംഗമഹ്രിയ വിശങ്കിതം കങ്കണഭൂഷിതേ
യമേനുലേ പാർപ്പണമുന്നശേഷയാ. നിങ്ങൾ വായിച്ചോ? സൈവം കൈവല്യനാദം തം പ്രാപ്യ ദുഷ്പ്രാപമീശ്വരം അംഗരാഗർപ്പണേനാഹോ ദുർഭഗേന്ദമയാജല. അഘോഷ്യതാമിഹ പ്രേഷ്ട ദിനാനി കതിചിന്മയാ രമസ്വനോത്സഹേ ത്യക്തും സംഘം തേമ്പുരേ കേഷണ. കുബ്ജ ഭഗവാനോട് കാമമാണ് അപേക്ഷിച്ചത്. ആർ എന്ത് ചോദിക്കുന്നുവോ ഭഗവാൻ അത് നൽകുന്നതാണ്. ഇവിടെ അവൾ കാമം അപേക്ഷിച്ചത് കാരണം ഭഗവാൻ അവൾക്ക് കാമം നൽകി സന്തോഷിപ്പിക്കുകയാണ്. തസ്യൈ കാമവരം ദത്വാ മാനയിത്വാ ച മാനത സഹോദവേന സർവേശ സ്വദാമാഗമദർച്ചിതം. ദുരാരാധ്യം സമാരാധ്യ വിഷ്ണു സർവേശ്വരേശ്വരം യോ വൃണീതേ മനോഗ്രാഹ്യം അസത്വമനിഷ്യസോ. അക്രൂരഭവനം കൃഷ്ണ സഹ രാമോദ്ഭവ പ്രഭു കിഞ്ചിച്ചീർഷയൻ പ്രഗാദ ക്രൂരപ്രിയ കാമ്യയാ. ഓം ശ്രീകൃഷ്ണായ നമഃ. നനാമകൃഷ്ണം രാമം ച സ തൈരപ്യവാദിത പൂജയാമാസ വിധിവത് കൃതാസന പരിഗ്രഹ. അക്രൂരൻ ഭഗവാനെ പൂജിക്കുകയാണ്. പാദാവനേജനി നീരാഭൂ താരയും ശിരസാ നൃപ അർഹണേനാംബരേ ദിവ്യേ ഗന്ധശ്രഭൂഷണോത്തമേ. അർച്ചിത്വാ ശിരസാ നമ്യ പാദാവഗതോ ഭുജൻ രസയാവനദോ രാമാവപാഷത. ദിഷ്ട്യാ ബാബോ ഹദ കംസ സാനുഗോ വാമിദം കുലം ഭവദ്ഭ്യാമാമുദ്യതം കൃച്ഛാ ദുരന്താ ച സമേധിതം. യുവാം പ്രധാന പുരുഷോ ജഗത്തേതു ജഗന്മയോ ഭവദ്ഭ്യാന്ന വിനാ കിഞ്ചിത് ചാപരം. ആത്മസൃഷ്ടമിദം വിശ്വമന്വാവിശ്യ സ്വശക്തിഭി ഈയതേ ബഹുധാ ബ്രഹ്മൻ ശ്രുതപ്രത്യക്ഷഗോചരം. യഥാ ഹി ഭൂതേഷു ചരാചരേഷു മഹ്യാദയോ യോനിഷു പാന്തിനാന ഏവം ഭവാൻ കേവല ആത്മയോനി ആത്മാത്മതന്ത്രോ ബഹുധാ വിഭാതി. സുജസ്യധോലുംബസി പാസി വിശ്വം രജസ്തമസത്വഗുണൈ സ്വശക്തിഭിः ന ബന്ധ്യസേ തദ്ഗുണകർമ്മഭിർവാ നാനാത്മനാസ്തി കുലബന്ധഹേതു. ദേഹാദിപാദേര നിരൂപിത ഭവോ ന സാക്ഷാന്ന വിദാത്മനാ സ്യാൻ അദോ ന ബന്ധസ്തവ നൈവ മോക്ഷാ സ്യാദാം നാമസ്തൈ നോ വിവേക. തയോദിതോ ജഗതോ ഹിതായ യദാ യദാ വേദ പുരാണ ഭാജേത ഭാഷണം പാഖണ്ഡ പഥൈരസദ്ഭിസ്തദാ ഭവാൻ സത്വഗുണം വിഭക്തി. തത്വം പ്രബോധ്യ വസുദേവ ഗൃഹേ വദീർണ സ്വാംശേന ഭാരമപനേതുമിഹാസി ഭൂമേ അക്ഷൗഹിണീ ശതവധേന സുരേതരാംശ രാജ്ഞാമമുഷ്യജകുലസ്യ യശോവിധന്വൻ. പാദപൂജ ചെയ്തിട്ട് അക്രൂരൻ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്യേശനോ വസതയഗലു ഭൂരിഭാഗ യസ്സർവദേവ പിതൃഭൂതഹൃദേവമൂർത്തി യത്പാദശൗചസലിലം ചിത്രജഗത്പുനാദി സത്വം ജഗദ്ഗുരുരദോക്ഷജ പ്രവിഷ്ട. കപണ്ഡിതസ്ത്വതപരം ശരണം സമീയാൻ ഭക്തപ്രിയാദുഃഖദജ്ഞാത് സവന്ദദാതി സ്വഗുദോ ഭജതോ വികാമാ ആത്മാനമപ്യപജയോ നയസ്യ. ദൃഷ്ട്യാ ജനാർദ്ദന ഭവാനിഹ ന പ്രതീരോ യോഗേശൈരരവി ദുരാപഗതി സുരേശൈ ചിന്യാശു ന സുതകളുത്ര ധനാബ്ദഹേഹ ദേഹാദിമോഹരശനാം ഭവനീയമായം. ശ്രീശുഗോവാചാം യഥസ്ഥിതസംസ്കൃതശ്ച ഭക്തേന ഭഗവാൻ ഹരി അക്രൂരം സത്വിദം സമ്മോഹയന്നിവാ. ശ്രീ ഭഗവാനുവാച ത്വം നോ ഗുരുപിതൃഭ്യശ്ച സാഖ്യോ ബന്ധുശ്ച നിത്യദാ വയം തു രക്ഷ്യാ പോഷ്യാശ്ച അനുഗമ്യാ പ്രജാഹിവ. ഭവദ്വിധാ മഹാഭാഗ വിഷേവ്യാ അർത്ഥസത്തമാ
ശ്രേയസ്കാമി നിത്യം ദേവാസാത്താന സാധവ നഹമ്യയാനി തീർത്ഥാനി ന ദേവാമുച്ചിലാമയാ തേ പുനന്ദുരുകാലേന ദശനാദേവ സാധവ സാധുവാൻ സുഹൃത്താമൈന ശ്രേയാൻ ശ്രേയശ്ചികീർഷയാ ജിജ്ഞാസാർത്ഥം പാണ്ഡവാനാം ഗച്ഛസ്സത്വം ജജാഹൂയം ചിരജുപരേ ബാല സഹമാത്ര സുദുഃഖിത അനീത സ്വപുരം രാജ്ഞാം തേഷു രാജാംബികാപുത്രോ ഭ്രാതൃപുത്രേഷു ദീനധി സമോ ന വർത്തതേ നൂനം ദുഷ്പുത്രവശകോന്ധദൃക്. ധൃതരാഷ്ട്രൻ അവിടെ കുന്തിപുത്രന്മാരും ധൃതരാഷ്ട്രന്റെ അടുത്ത് വളരെ ദുഃഖിച്ചാണ് കഴിയുന്നത് എന്നാണ് കേട്ടത്. നീ പോയി എല്ലാ വിവരവും അറിഞ്ഞു വരിക എന്ന് പറഞ്ഞ് അയക്കുകയാണ് അക്രൂരനെ ഹസ്തിനപുരത്തിലേക്ക്. ഗച്ഛജാനീഹി തദ്വൃത്തം അധുനാ സാധസാധുവാ വിജ്ഞായ തദ്വിദ്യസ്യാമോ യദാശം സുഹൃദാംബവേ ഇത്യക്രൂരം സമാദിശ്യ ഭഗവാൻ ഹരിരീശ്വര സംഘർഷണോർദ്ധവാഗ്യാം വൈ തദസ്വഭവനം യയോ. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അഷ്ടചത്വാരിംശത്തമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവത കീർത്തനത്തോടുകൂടി ഭാഗവത പാരായണം ഭഗവാനിന് സമർപ്പിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണപരമാത്മനേ നമഃ. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത. ഗതിനവനീലഹര കൃഷ്ണ തരുണീ ചിത്തഹര ദയാ പാലയ ദാമോദര തുളസീദാമദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടഗിരീകൃത സുധിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത. പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുവായൂര മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീ ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി പാരായണ ഭഗവാന്റെ തൃക്കാലത്തിൽ സമർപ്പിക്കുകയാണ്. ഇതം ശംവിധം നിർമ്മലം നിർവികൽപം നിരീകം നിരാകാരം